കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിയുന്നതും പൊട്ടുന്നതും ദൃശ്യങ്ങളിൽ. ലാത്തി ഉപയോഗിച്ച് പോലീസിനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമണങ്ങൾ ആസൂത്രിതമെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് സ്ഫോടക വസ്തു പോലീസുകാർക്കിടയിലേക്ക് എറിയുന്നതും പോലീസുകാർക്ക് മുൻപിൽ വെച്ച് പൊട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതും പോലീസിനെ അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വലിയ കല്ലുകൾ കൈകളിൽ പിടിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനത്തിനായി എത്തിയത്. പേരാമ്പ്രയ്ക്ക് പുറത്തുള്ളവരെ എത്തിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. കൃത്യമായ നിർദ്ദേശത്തിന്റെ പുറത്താണ് മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ എത്തിയത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രതികരണം. ഒരാളും പറഞ്ഞിട്ടില്ല. കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇതല്ലല്ലോ അവസ്ഥ. അവിടെ പോലീസിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഷാഫി പറമ്പിൽ MP ഇടപെട്ടില്ല എന്നതും സംഘർഷം ആസൂത്രണമാണ് എന്നത് കൂടുതൽ വ്യക്തമാക്കുന്നു. പോലീസിനെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ ഇന്ന് പേരാമ്പ്രയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിശ്ചയിച്ച വാർത്താ സമ്മേളനവും മാറ്റിവെച്ചു. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.